ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് അബാക്കസാണ്. അപ്പം ഇച്ചിരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഉണ്ടാക്കണം. മാത്സൊക്കെ പഠിക്കുമ്പോൾ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര മണികൾ എടുക്കാം. ഞാൻ ഒരെണ്ണത്തിമ കൂടുതൽ മണികൾ എടുത്തിക്കണ്. ഒരെണ്ണത്തിമ ഒരു 4 മണികൾ എടുത്തിക്കണ്. ഞാൻ പഴയ മാലമണികൾ കളർ പോയ മാലമണികളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, പുതിയതൊന്നും എടുക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ഈ ഈർക്കിലെടുക്കാം, കമ്പെടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് തെർമാക്കോളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴൻ്റെ തുമ്പൊക്കെ എടുക്കാം. പിന്നെ തെർമാക്കോളൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓരോ മണികളായിട്ട് പതുക്കെ ഇടണം, അല്ലെങ്കിൽ ഈർക്കിൽ പൊട്ടിപ്പോണം. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിക്കണ അച്ചോ കുറച്ചൊക്കെ പോകുന്നു. അപ്പം അതാണ് പറഞ്ഞ് ശ്രദ്ധിക്കണം. അബാക്കസ് ഉണ്ടാക്കാൻ സിമ്പിളൊക്കെ തന്നെയാണ്, പക്ഷെ മണികളാണ് പ്രശ്നക്കാര്. മണികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണ അബാക്കസ് നോക്ക്. ഈർക്കിളിയുടെ ഈ ഭാഗത്തേക്കും പോകാൻ പാടില്ല. മണികൾ ഇങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോവും. പിന്നെ ഇതുവാക്കാൻ പാടില്ല. ഇനി നമുക്കൊന്ന് കുത്തി വെക്കാം. അപ്പോൾ നമ്മുടെ അബാക്കസ് റെഡി ആക്കണ കാണിച്ചതിന് മുമ്പ് ഒരു ബ്രേക്ക് എടുക്കാം. അപ്പോൾ ബ്രേക്കിന് ശേഷം വന്നിട്ട് ഞങ്ങൾക്ക് അബാക്കസ് കാണിച്ചത് ഇതൊക്കെ ഉണ്ടാ. പക്ഷെ ഒരെണ്ണം ബിഗായി പോയിക്കണം, ഒരെണ്ണം സ്മോളായി പോയിക്കണം. അത് സാരമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇഷ്ട ഷേപ്പിൽ എടുക്കാം. പക്ഷെ ഞാൻ ബിഗിൽ കൂടുതലാക്കിയിട്ടുണ്ട്. മാത്സൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. സ്മോളിൽ കുഞ്ഞിയതാക്കിയിട്ടുണ്ട്, സ്മോളും അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈർക്കിളിയും തെർമാക്കോളാണ് എടുത്തിക്കണം. അപ്പം ഇനി മറ്റൊരു വീഡിയോയിലേക്ക് വരാം. അതുവരെ ബൈ.